സിനി ടോക്സിൽ സാജൻ CA, ആർട്ടിസ്റ്റ്. മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണമെന്നും മറ്റുള്ളവർ നിങ്ങൾക്കായി ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നവ നിങ്ങൾ അവർക്കായി ചെയ്യണമെന്നുമൊക്കെയുള്ള ദൈവവചനത്തിൻ്റെ ആഴവും അർത്ഥവും ജീവിതാനുഭവങ്ങളിലൂടെ തിരിച്ചറിയുമ്പോഴായിരിക്കണം യഥാർത്ഥ ജ്ഞാനം നമ്മിൽ പൊട്ടിമുളയ്ക്കുന്നത്. മനുഷ്യമനസ്സുകളിൽ രൂഢമൂലമായി കിടക്കുന്ന സ്വാർത്ഥതയുടെ പരിണിത ഫലങ്ങൾ ഒരുവിധത്തിൽ പറഞ്ഞാൽ അവനവൻ തന്നെ അനുഭവിക്കണം. എല്ലാം നന്മയ്ക്കായി മാറ്റുമെന്ന ദൈവം നൽകിയ ഉറപ്പ് ജീവിതത്തിൽ കാണുമ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ നമ്മൾ അത്ഭുത പരതന്ത്രരാകുന്നത്. നിരവധി അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുള്ള ശ്യാമപ്രസാദിന് മികച്ച സംവിധായകനുള്ള കേരള സർക്കാരിൻ്റെ അവാർഡും ഫിലിം ഫെയറിൻ്റെ ദക്ഷിണേന്ത്യ അവാർഡും ആൻ അഗസ്റ്റിനും ഫഹദ് ഫാസിലിനും മികച്ച നടീനടന്മാർക്കുള്ള അവാർഡുകളും കരസ്ഥമാക്കിയതാണ് ഈ സിനിമ. ശ്യാമപ്രസാദ് തന്നെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് 2013 പുറത്തിറങ്ങിയ ആർട്ടിസ്റ്റ് എന്ന മലയാള ചലച്ചിത്രം നിരവധി ഉൾക്കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. പാരിതോഷ് ഉത്തമിൻ്റെ ഡ്രീംസ് ഇൻ പ്രഷ്യൻ ബ്ലൂ എന്ന ഇംഗ്ലീഷ് നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരമാണിത്. ഒരു ഗോവൻ ബിസിനസ്സുകാരൻ്റെ മകനായ മൈക്കിൾ ആഞ്ചലോ എന്ന ഒരു യുവ ആർട്ടിസ്റ്റിൻ്റെ വ്യത്യസ്തങ്ങളായ 2 ജീവിത സന്ദർഭങ്ങളിലൂടെയാണ് ചിത്രം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. മാതാപിതാക്കളുടെ വാക്കുകളെ അത്ര കണ്ട് ഗൗനിക്കാതെ സുഹൃത്തായ മൈക്കിളിനൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരു യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബത്തിലെ ഗായത്രി എന്ന യുവതിയുടെ കഥ കൂടിയാണിത്. വർത്തമാനകാലത്തിലെ ശരാശരി യുവമനസ്സുകളുടെ അഹംഭാവത്തെയും സ്വാർത്ഥതയെയും കലാപരമായ ആവശ്യങ്ങളെയും അവരെങ്ങനെ നേരിടുന്നുവെന്നതും ചിത്രം വരച്ചു കാണിക്കുന്നുണ്ട്. ഒരു റോഡ് അപകടത്തിൽ കാഴ്ചശക്തി നഷ്ടപ്പെടുന്ന മൈക്കിളിനെയും അവൻ്റെ നിറങ്ങളുടെ ലോകത്തെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഗായത്രിക്ക് പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടും മൈക്കിളിൻ്റെ കടുത്ത സ്വാർത്ഥതയും അരക്ഷിതത്വമാണ് നൽകുന്നത്. തങ്ങളുടെ ജീവിതം ഒരുവിധം ബാലൻസിംഗ് ആക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ ഗായത്രി ചെയ്ത നിർദോഷമായ ഒരു ചെറിയ പ്രവൃത്തി കാഴ്ചയില്ലാത്ത മൈക്കിളിൻ്റെ മനസ്സിൽ വഞ്ചനയായി തീരുന്നു. പൊറുക്കാൻ പറ്റാത്ത വിധം ഇരുവർക്കുമിടയിൽ രൂപപ്പെടുന്ന പിരിമുറുക്കങ്ങൾ നമ്മെയും അസ്വസ്ഥരാക്കും. ഗായത്രിയുടെ വഞ്ചന മൈക്കിളിന് ആത്മസാക്ഷാത്കാരത്തിനും പുതിയ ജീവിതത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നതിനും കാരണമാകുന്നതാണ് സിനിമയുടെ ക്ലൈമാക്സ്. കേന്ദ്ര കഥാപാത്രങ്ങളായ മൈക്കിളിനെ ഫഹദ് ഫാസിലും ഗായത്രിയെ ആൻ അഗസ്റ്റിനും മികച്ച കൈയടക്കത്തോടെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ശ്രീരാം രാമചന്ദ്രൻ, സിദ്ധാർത്ഥ് ശിവ, സിന്ദ്ര അഷാബ് തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളാണ്. പൊറുക്കപ്പെടാത്തതാണ് കാപട്യമെന്ന് ഓർക്കണം. ദാമ്പത്യ ജീവിതത്തിൽ മാത്രമല്ല, എല്ലാ വ്യക്തിബന്ധങ്ങളിലും നമ്മൾ പുലർത്തേണ്ടതാണ് കപടതയില്ലാത്ത പരസ്പര വിശ്വാസം. വിട്ടുവീഴ്ച മനോഭാവം കൈവിട്ടുപോയാൽ ജീവിതത്തിൽ വീണുപോകാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള സാർവലൗകിക നന്മകളെ ഉയർത്തിക്കാട്ടുന്ന ചിത്രം പേരുപോലെ തന്നെ ഒരാർട്ടിസ്റ്റിൻ്റെ മനോഹരമായ പെയിൻറ്റിംഗ് പോലെ നല്ലൊരു കാഴ്ചയനുഭവമാണ് നമുക്ക് നൽകുന്നത്.